ജവഹർലാൽ നെഹ്റു ഹൈപ്പോത്തിസിസ് എന്നൊരു കാര്യമുണ്ട്. ജവഹർലാൽ നെഹ്റു 59 ജൂൺ മാസത്തിൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ കണ്ടിരുന്നു. കെ ദാമോദരൻ നൽകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഹൗ ഡിഡ് യു മാനേജ് ടു വണ്ടർഫുള്ളി ഐസൊലേറ്റ് such large people or sections of society in such a short space of time എന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചത്. ഈ അത്ഭുതകരമായ പ്രവർത്തനം നിങ്ങൾ എങ്ങനെ സാധിച്ചു? പക്ഷെ അന്ന് EMS പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇത്രയും ആളുകൾ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി ആളുകൾ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നെഹ്റൂവിയൻ ഹൈപ്പോത്തിസിന്റെ ടെസ്റ്റ് ആയിരുന്നു 60-ലെ തെരഞ്ഞെടുപ്പ്. 60-ലെ തെരഞ്ഞെടുപ്പ് തെളിയിച്ച ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും മഹാനായ നെഹ്റുവിനൊരു തെറ്റുപറ്റി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ അന്ന് തകർന്നിട്ടില്ല. 43% വോട്ടോടുകൂടി 34 സീറ്റുകളിൽ 50%-ലധികം വോട്ടുകൾ നേടി 57 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 19 സീറ്റുകളിൽ 50%-ലധികം വോട്ട് പിന്നെയും നിലനിർത്തി. ഈ മുന്നണി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ പരാജയപ്പെടില്ല.